അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായ ഒരു ഏടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം ലോകം തുടങ്ങിയ കാലം മുതലേയുള്ളതാണ്. സത്യവിശ്വാസികളെ ചതിക്കാനും അവരെ അപമാനിക്കാനും പലരും ശ്രമിച്ചേക്കാം. എന്നാൽ അള്ളാഹുവിൽ സർവവും അർപ്പിച്ച് ജീവിക്കുന്ന ഒരടിമയെ ദുനിയാവിലെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ വലിയൊരു തെളിവാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ചരിത്രം. ഭക്തിയുടെയും ക്ഷമയുടെയും അതിലുപരി മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിന്റെ വലിയൊരു പാഠവും ഈ കഥ നമുക്ക് നൽകുന്നുണ്ട്. പണ്ട് കാലത്ത് ബനു ഇസ്രായേൽ ഗോത്രത്തിൽ ജീവിച്ചിരുന്ന ജുറൈജ് എന്ന പുണ്യപുരുഷന്റെ ജീവിതത്തിലുണ്ടായ അവിശ്വസനീയമായ ഒരു സംഭവമാണിത്. ആ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിക്കുന്നുണ്ട്. സംസാരിക്കാൻ പ്രായമാകാത്ത ഒരു പിഞ്ചുകുഞ്ഞ് തൊട്ടിയിൽ കിടന്നുകൊണ്ട് സത്യം വിളിച്ചു പറയുന്ന ആ നിമിഷം, ചതിയുടെയും വഞ്ചനയുടെയും ഇരുളിൽ നിന്നും ഒരു മനുഷ്യന്റെ പരിശുദ്ധി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച ആ വഴി, അത് നമ്മെ അത്ഭുതപ്പെടുത്തും. ഒപ്പം മാതാപിതാക്കളുടെ വിളിക്ക് ഉത്തരം നൽകുന്നത് എത്രത്തോളം പ്രധാനമാണെന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏത് വലിയ പരീക്ഷണത്തിലും പ്രാർത്ഥനയിലൂടെയും ക്ഷമയിലൂടെയും വിജയിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന ഈ ചരിത്രം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാഠമായിരിക്കും. ഏറെ ചിന്തിക്കാനും ഒട്ടനവധി ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുമുള്ള ജുറൈജിന്റെ ആ കഥ നമുക്ക് സാവധാനം കേട്ടുനോക്കാം. എല്ലാവരും സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും ഈ ചരിത്രത്തിലേക്ക് ഒന്ന് കാതോർക്കുക. അള്ളാഹു നമ്മുടെ ഈ എളിയ പരിശ്രമം സ്വീകരിക്കട്ടെ. ആമീൻ. പണ്ട് കാലത്ത് ബനു ഇസ്രായേൽ ഗോത്രത്തിൽ ജീവിച്ചിരുന്ന അതിഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ജുറൈജ്. അദ്ദേഹം ലൗകികമായ സുഖസൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് അള്ളാഹുവിന്റെ ആരാധനയിൽ മാത്രം മനസ്സർപ്പിച്ച ഒരാളായിരുന്നു. ഇതിനായി അദ്ദേഹം തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ജനവാസമില്ലാത്ത ഒരു മലമുകളിൽ മണ്ണുകൊണ്ട് ഒരു ചെറിയ പള്ളി നിർമ്മിച്ചു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അദ്ദേഹം അവിടെ പ്രാർത്ഥനയിൽ മുഴുകിക്കഴിഞ്ഞു. നാട്ടുകാർക്കെല്ലാം ജുറൈജ് ഒരു വലിയ പുണ്യപുരുഷനായിരുന്നു. അദ്ദേഹത്തിന്റെ വിനയവും സത്യസന്ധതയും എല്ലാവർക്കും മാതൃകയായിരുന്നു. എങ്കിലും അദ്ദേഹം അധികം ആരോടും സംസാരിക്കാതെ തന്റെ പ്രാർത്ഥനകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അള്ളാഹുവുമായുള്ള ആത്മീയ ബന്ധമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏക സമ്പാദ്യം. അങ്ങനെ സമാധാനപൂർണമായ ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത്. ഒരു ദിവസം ജുറൈജ് തന്റെ പള്ളിയിൽ ഏകാന്തനായി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ കാണാനായി മലമുകളിലെത്തിയത്. പ്രായമായ ആ ഉമ്മ മകനെ കണ്ട സന്തോഷത്തിൽ പള്ളിക്ക് പുറത്തുനിന്ന് നീട്ടി വിളിച്ചു. മകനെ ജുറൈജ് എന്നവർ വിളിച്ചു. ജുറൈജ് അപ്പോൾ പ്രാർത്ഥനയുടെ ഇടയിലായിരുന്നു. അദ്ദേഹം വലിയൊരു ധർമ്മസങ്കടത്തിലായി. അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു, എന്റെ അള്ളാഹുവേ, ഞാൻ ഉമ്മയുടെ വിളിക്ക് മറുപടി നൽകണോ അതോ ഈ നിസ്കാരം തുടരണോ എന്ന്. അദ്ദേഹം വിചാരിച്ചു നിസ്കാരം പൂർത്തിയാക്കിയിട്ട് ഉമ്മയെ കാണാമെന്ന്. എന്നാൽ ഉമ്മ വീണ്ടും വിളിച്ചു. മൂന്നാം തവണയും മറുപടി ലഭിക്കാതെ വന്നപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. മകൻ തന്നെ അവഗണിച്ചുവെന്ന് അവർ കരുതി. സങ്കടം സഹിക്കാനാവാതെ ആ ഉമ്മ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ഇപ്രകാരം പറഞ്ഞുപോയി: അള്ളാഹുവേ, ഒരു മോശം സ്ത്രീയുടെ മുഖം കണ്ട് അപമാനിതനാകാതെ എന്റെ മകനെ നീ മരിപ്പിക്കരുതേ എന്ന്. ആ നിമിഷം ആ വാക്കുകൾ അള്ളാഹു സ്വീകരിച്ചു. മാതാപിതാക്കളുടെ മനസ്സ് നോവുന്നത് എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു. ഈ കാലയളവിൽ ആ നാട്ടിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ജുറൈജിന്റെ ഭക്തിയെക്കുറിച്ച് കേട്ടപ്പോൾ അവൾക്ക് പുച്ഛമാണ് തോന്നിയത്. ഏതൊരു പുരുഷനെയും തന്റെ സൗന്ദര്യം കൊണ്ട് ആകർഷിക്കാൻ എനിക്ക് കഴിയും. ഈ ജുറൈജിന്റെ ഭക്തി ഞാൻ തകർത്ത് കാണിക്കാം എന്ന് അവൾ നാട്ടുകാരോട് വെല്ലുവിളിച്ചു. അവൾ മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് മലമുകളിലേക്ക് പോയി. ജുറൈജിനെ പാപത്തിലേക്ക് ക്ഷണിക്കാനായി അവൾ പലതവണ ശ്രമിച്ചു. എന്നാൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടിരുന്ന ആ പുണ്യപുരുഷൻ അവളെ നോക്കാൻ പോലും തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു പാറ പോലെ ഉറപ്പുള്ളതായിരുന്നു. തോറ്റുപോയ ആ സ്ത്രീ ക്രോധത്തോടെ മലയിറങ്ങി. ആ വഴിയിൽ അവൾ ഒരു ആട്ടിടയനെ കാണാനിടയായി. അവളിലെ പകയും വാശിയും കാരണം അവൾ അവനുമായി തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടു. അധികം വൈകാതെ അവൾ ഗർഭിണിയായി. കുഞ്ഞ് ജനിച്ചപ്പോൾ നാട്ടുകാർ അവളോട് കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു. അവൾ തന്റെ പക തീർക്കാനായി വിളിച്ചു പറഞ്ഞു, ഇത് ആ ജുറൈജിന്റെ കുഞ്ഞാണ് എന്ന്. ഇത് കേട്ട നാട്ടുകാർ നടുങ്ങിപ്പോയി. നമ്മൾ ഇത്രയും കാലം ഭക്തനെന്ന് കരുതിയ ആൾ ഇത്രയും വലിയ പാപിയാണോ എന്നവർ പരസ്പരം ചോദിച്ചു. കോപത്താൽ ജ്വലിച്ച ജനക്കൂട്ടം വടികളും ആയുധങ്ങളുമായി മലമുകളിലേക്ക് കുതിച്ചു. അവർ ജുറൈജിന്റെ പള്ളി വളഞ്ഞു. ജുറൈജ് പ്രാർത്ഥനയിലായിരുന്നിട്ടും അവർ അദ്ദേഹത്തെ ബലമായി പുറത്തേക്ക് വലിച്ചിഴച്ചു. അദ്ദേഹത്തിന്റെ പള്ളി അവർ തല്ലിത്തകർത്തു. അദ്ദേഹത്തെ തെരുവിലൂടെ നടത്തിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പുകയും അധിക്ഷേപിക്കുകയും ചെയ്തു.
ഇതൊന്നും മനസ്സിലാകാതെ ജുറൈജ് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന്. അപ്പോൾ നാട്ടുകാർ ആ സ്ത്രീയെയും അവളുടെ കയ്യിലുള്ള കുഞ്ഞിനെയും കാട്ടിക്കൊടുത്തു. അപ്പോഴാണ് തന്റെ ഉമ്മയുടെ ശാപം അദ്ദേഹം ഓർത്തത്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ജുറൈജ് പതറാതെ അവരോട് പറഞ്ഞു, എനിക്ക് അല്പം സമയം തരൂ, എനിക്കൊന്ന് നിസ്കരിക്കണം എന്ന്. അദ്ദേഹം വുദു ഉണ്ടാക്കി ഏകാഗ്രതയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നിസ്കാരത്തിന് ശേഷം അദ്ദേഹം ആ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നു. അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ എന്ത് സംഭവിക്കും എന്ന് നോക്കി നിന്നു. ജുറൈജ് ആ പിഞ്ചുകുഞ്ഞിന്റെ വയറ്റിൽ പതുക്കെ വിരൽ കൊണ്ട് തൊട്ടു. എന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞേ, സത്യം പറയൂ, ആരാണ് നിന്റെ പിതാവ് എന്ന്. ആ നിമിഷം അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചു. സംസാരിക്കാൻ പ്രായമാകാത്ത ആ പൈതൽ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ പറഞ്ഞു, എന്റെ പിതാവ് മലയടിവാരത്തിലെ ആ ആട്ടിടയനാണ് എന്ന്. ഇതുകേട്ട് നാട്ടുകാർ സ്തബ്ധരായി. അവർ ചെയ്ത തെറ്റോർത്ത് അവർ പൊട്ടിക്കരഞ്ഞു. ജുറൈജിന്റെ പാദങ്ങളിൽ വീണ് അവർ മാപ്പിരന്നു. സ്വർണം കൊണ്ട് പള്ളി പണിത് നൽകാം എന്ന് അവർ പറഞ്ഞെങ്കിലും ലളിത ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം അത് നിരസിച്ചു. പഴയ പോലെ മണ്ണുകൊണ്ട് തന്നെ പള്ളി പണിതാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യം എപ്പോഴും വിജയിക്കുമെന്നും അള്ളാഹു തന്റെ ദാസന്മാരെ കൈവിടില്ലെന്നും തെളിയിച്ചുകൊണ്ട് ആ ചരിത്രം ഇന്നും നിലനിൽക്കുന്നു. ആ പിഞ്ചുകുഞ്ഞ് സംസാരിക്കുന്നത് കേട്ട് നാട്ടുകാർ അവിശ്വസനീയതയോടെ സ്തംഭിച്ചു നിന്നുപോയി. പള്ളി തകർക്കാനും ഒരു പുണ്യപുരുഷനെ അധിക്ഷേപിക്കാനും നേതൃത്വം നൽകിയവർ ലജ്ജ കൊണ്ട് തലതാഴ്ത്തി. ആ സ്ത്രീയും ആട്ടിടയനും ഭയചകിതരായി അവിടെ നിന്നും ഓടിപ്പോയി. ജനക്കൂട്ടം ഒന്നടങ്കം ജുറൈജിന്റെ അരികിലേക്ക് ഓടിയെത്തി. ക്രൂരമായ മർദ്ദനമേറ്റ് അദ്ദേഹത്തിന്റെ ശരീരമാസകലം മുറിവേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരുന്നു. എന്നിട്ടും ജുറൈജിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പിരന്നു. മഹാനായ ജുറൈജ്, ഞങ്ങളോട് പൊറുക്കണേ, ഞങ്ങൾ വലിയൊരു അപരാധമാണ് ചെയ്തത് എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അള്ളാഹുവിന്റെ ഒരു വലിയ അത്ഭുതം കൺമുന്നിൽ കണ്ട ആ ജനതയ്ക്ക് ജുറൈജിന്റെ പരിശുദ്ധി പൂർണ്ണമായും ബോധ്യപ്പെട്ടു. തങ്ങൾ തകർത്ത പള്ളി സ്വർണവും വെള്ളിയും കൊണ്ട് മനോഹരമായി പണിതു തരാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. എന്നാൽ ലൗകിക സുഖങ്ങളിൽ താല്പര്യമില്ലാത്ത ജുറൈജ് ശാന്തനായി അവരോട് പറഞ്ഞു, എനിക്ക് സ്വർണമോ വെള്ളിയോ വേണ്ട, എന്റെ പള്ളി പഴയതുപോലെ മണ്ണുകൊണ്ട് തന്നെ പണിതാൽ മതിയെന്ന്. അദ്ദേഹം തന്റെ ഉമ്മയെക്കുറിച്ച് അപ്പോൾ ഓർത്തു. ഉമ്മയുടെ ശാപം കാരണമാണ് തനിക്ക് ഈ വലിയ പരീക്ഷണം നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മാതാപിതാക്കളുടെ മനസ്സ് വേദനിച്ചാൽ എത്ര വലിയ ഭക്തനായാലും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. പിന്നീട് ആ നാട്ടുകാർ ഒന്നടങ്കം ചേർന്ന് ആ പള്ളി പഴയതുപോലെ മനോഹരമായി നിർമ്മിച്ചു നൽകി. ജുറൈജിന്റെ ഭക്തിയും സത്യസന്ധതയും നാട് നീളെ പ്രശസ്തമായി. അന്ന് ആ കുഞ്ഞ് സംസാരിച്ച അത്ഭുതം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. അള്ളാഹുവിന് മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും കൈവിടില്ലെന്നും ചതിക്കുഴികളിൽ നിന്നും അവരെ അവൻ രക്ഷിക്കുമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ജുറൈജ് തന്റെ ശിഷ്ടകാലം മുഴുവൻ ആ മലമുകളിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് തന്നെ കഴിച്ചുകൂട്ടി. ഇന്നും ഈ കഥ വിശ്വാസികൾക്ക് വലിയൊരു പാഠമാണ്. സത്യാസത്യങ്ങൾ വേർതിരിച്ചറിയാൻ ധൃതി കാണിക്കരുതെന്നും മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ചരിത്രം ഇന്നും നിലനിൽക്കുന്നു. സത്യം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് ഒരു നാൾ സൂര്യപ്രകാശം പോലെ പുറത്തുവരുമെന്ന് ജുറൈജിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ആ അത്ഭുത സംഭവത്തിന് ശേഷം ജുറൈജിന്റെ ജീവിതം പഴയതുപോലെയല്ലായിരുന്നു. നാട്ടുകാർ അദ്ദേഹത്തെ ഒരു സാധാരണ ഭക്തനായല്ല, മറിച്ച് അള്ളാഹുവിന്റെ വലിയൊരു വലിയായിട്ടാണ് കണ്ടത്. മലമുകളിൽ പണിത ആ മൺപള്ളിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. എന്നാൽ ജുറൈജ് പഴയതിനേക്കാൾ വിനീതനായി മാറി. അള്ളാഹു തന്നെ രക്ഷിച്ചത് തന്റെ വലിപ്പം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണെന്ന് അദ്ദേഹം എപ്പോഴും ഓർത്തു. തനിക്കേറ്റ മർദ്ദനങ്ങളോ അപമാനങ്ങളോ അദ്ദേഹം ആരോടും പരാതിപ്പെട്ടില്ല. തന്നെ ഉപദ്രവിച്ച നാട്ടുകാരോട് അദ്ദേഹം പൂർണ്ണമായും പൊരുത്തപ്പെട്ടുകൊടുത്തു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സന്മാർഗത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം മാതാപിതാക്കളുടെ സ്ഥാനമാണ്. ജുറൈജ് മനസ്സിലാക്കി, തന്റെ നിസ്കാരം അള്ളാഹുവിനുള്ളതാണെങ്കിലും ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയുടെ ഭാഗമാണെന്ന്. മാതാപിതാക്കളുടെ വിളി കേൾക്കാതിരിക്കുന്നത് എത്ര വലിയ ആരാധനയിലാണെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന വലിയ സത്യം അദ്ദേഹം ലോകത്തിന് പറഞ്ഞുകൊടുത്തു. ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോൾ ഉണ്ടായ പരീക്ഷണവും പിന്നീട് അദ്ദേഹം അള്ളാഹുവിൽ അഭയം പ്രാപിച്ചപ്പോൾ ഉണ്ടായ വിടുതലും വിശ്വാസികൾക്ക് വലിയൊരു പാഠമാണ്. തന്റെ ഉമ്മയെ പിന്നീട് കണ്ടപ്പോൾ അദ്ദേഹം അവരുടെ കാൽക്കൽ വീണ് മാപ്പിരക്കുകയും ചെയ്തു. ഉമ്മയുടെ പ്രാർത്ഥന പോലെ തന്നെ അവരുടെ ശാപവും ഏൽക്കുമെന്ന് ഈ ചരിത്രം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞുപോയിട്ടും ഇന്നും ജുറൈജിന്റെ കഥ ലോകം ചർച്ച ചെയ്യുന്നത് അതിലെ സത്യസന്ധത കൊണ്ടാണ്. ചതിക്കാൻ വന്ന സ്ത്രീയും അക്രമം കാണിച്ച നാട്ടുകാരും
ചരിത്രത്തിന്റെ ഇരുളിൽ മറഞ്ഞുപോയി. എന്നാൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ച ജുറൈജും സത്യം വിളിച്ചു പറഞ്ഞ ആ പിഞ്ചുകുഞ്ഞും ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു. സത്യവിശ്വാസിക്ക് തന്റെ ജീവിതത്തിൽ വരുന്ന ഏതു വലിയ പ്രതിസന്ധിയിലും പ്രാർത്ഥനയിലൂടെ വിജയിക്കാൻ കഴിയുമെന്ന് ജുറൈജിന്റെ ജീവിതം നമുക്ക് വെളിച്ചം നൽകുന്നു. അള്ളാഹു സത്യസന്ധരായവരുടെ കൂടെയാണെന്നും അവരെ അപമാനിക്കാൻ ലോകം മുഴുവൻ ഒന്നിച്ചാലും അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും സംഭവിക്കില്ലെന്നും ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജുറൈജ് എന്ന പുണ്യപുരുഷന്റെ ഈ ചരിത്രം നിങ്ങളിൽ വലിയൊരു ചിന്തയുണ്ടാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യാസത്യങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ കാണിക്കുന്ന തിടുക്കം പലപ്പോഴും നിരപരാധികളെ വേദനിപ്പിച്ചേക്കാം എന്ന വലിയ സത്യമാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കും ശാപത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ എത്രമാത്രം വിലയുണ്ടെന്നും നാം കണ്ടു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച് ക്ഷമയോടെ മുന്നോട്ടു പോയാൽ ഇരുളടഞ്ഞ വഴികളിൽ അള്ളാഹു നമുക്ക് പ്രകാശം നൽകും. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ഒരു സ്വതക്കയാണ്. ഇതുപോലുള്ള കൂടുതൽ ഇസ്ലാമിക ചരിത്രങ്ങളും അറിവുകളും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ അള്ളാഹു നമ്മയെല്ലാം സത്യത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. നമ്മുടെ വീടുകളിൽ ഐശ്വര്യവും സമാധാനവും അവൻ ചൊരിയട്ടെ. ഏവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ മരുഭൂമിയിൽ ഒരു മൗനം പൂത്തു, സത്യത്തിൻ സൂര്യൻ ഉണർന്നു വന്നു. തൊട്ടിലിൽ നിന്നു കേട്ടൊരത്ഭുത മല തള്ളി ശാന്തമായി കാലം. സ്നേഹത്തിൻ ഈണം, സ്നേഹത്തിൻ ഈണം. സൂര്യൻ ഉണർന്നു വന്നു. തൊട്ടിലിൽ നിന്നു കേട്ടൊരത്ഭുത മല തള്ളി ശാന്തമായി കാലം. സ്നേഹത്തിൻ ഈണം, സ്നേഹത്തിൻ ഈണം. ഈ മരുഭൂമിയിൽ ഒരു മൗനം പൂത്തു, സത്യത്തിൻ സൂര്യൻ ഉണർന്നു വന്നു. തൊട്ടിലിൽ നിന്നു കേട്ടൊരത്ഭുത മല തള്ളി ശാന്തമായി കാലം. സ്നേഹത്തിൻ ഈണം, സ്നേഹത്തിൻ ഈണം. ഈ മരുഭൂമിയിൽ ഒരു മൗനം പൂത്തു, സത്യത്തിൻ സൂര്യൻ ഉണർന്നു വന്നു. തൊട്ടിലിൽ നിന്നു കേട്ടൊരത്ഭുത മല തള്ളി ശാന്തമായി കാലം. സ്നേഹത്തിൻ ഈണം, സ്നേഹത്തിൻ ഈണം. ഈ മരുഭൂമിയിൽ ഒരു മൗനം പൂത്തു, സത്യത്തിൻ സൂര്യൻ ഉണർന്നു വന്നു. തൊട്ടിലിൽ നിന്നു കേട്ടൊരത്ഭുത മല തള്ളി ശാന്തമായി കാലം. സ്നേഹത്തിൻ ഈണം, സ്നേഹത്തിൻ ഈണം. ഈ മരുഭൂമിയിൽ ഒരു മൗനം പൂത്തു, സത്യത്തിൻ സൂര്യൻ ഉണർന്നു വന്നു. തൊട്ടിലിൽ നിന്നു കേട്ടൊരത്ഭുത മല തള്ളി ശാന്തമായി കാലം. സ്നേഹത്തിൻ ഈണം, സ്നേഹത്തിൻ
ഈ മരുഭൂമിയിൽ ഒരു മൗനം പൂത്തു, സത്യത്തിൻ സൂര്യൻ ഉണർന്നു വന്നു.